പ്രതികൂല സാമ്പത്തിക തിരിച്ചടികൾക്കിടയിലും പ്രവാസി സമൂഹത്തോട് ആഭിമുഖ്യം പുലർത്താൻ സംസ്ഥാന ബജറ്റിന് കഴിഞ്ഞതായി വിലയിരുത്തൽ. കൂടുതൽ തുക വകയിരുത്തിയെങ്കിൽ തന്നെയും ലോക കേരള സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഏതു ദിശയിലായിരിക്കുമെന്നാണ് പ്രവാസി ലോകം ഉറ്റുനോക്കുന്നത്. പ്രളയക്കെടുതികൾക്കിടയിലും തങ്ങളോട് ഭാഗികമായെങ്കിലും നീതി ചെയ്യാൻ കേരള ബജറ്റിന് സാധിച്ചുവെന്ന് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെ പൊതുവിലയിരുത്തൽ. 1 ലക്ഷം രൂപയിൽ ചുവടെ വരുമാനമുള്ള നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകാനുള്ള സാന്ത്വനം പദ്ധതിക്ക് 25 കോടി രൂപ അനുവദിച്ചതും വലിയ നേട്ടമായി പ്രവാസികൾ വിലയിരുത്തുന്നു. പ്രവാസി സംരംഭകർക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകാൻ 15 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ഇതും നല്ല നീക്കമായി തന്നെ പ്രവാസികൾ കാണുന്നു. ലോക കേരള സഭയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി വലിയ തോതിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ലോക കേരള സഭ എவ்விധം മുന്നോട്ടു പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അനുവദിച്ച തുകയുടെ പ്രയോജനം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഗൾഫ് കാഴ്ചപ്പാടിന്റെ ഗുണഫലം തന്നെയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതും. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ബജറ്റ് അത്രയൊന്നും മുന്നോട്ടു പോയി എന്ന് പറയാനാവില്ല. എങ്കിലും ഈ നല്ല തുടക്കത്തെ നന്നായി തന്നെ കാണാനാണ് പ്രവാസ ലോകം ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MCA നാസറുണ്ട്. നാസർ, പ്രവാസികൾക്ക് എന്തുകൊണ്ടും ഒരു പ്രവാസോന്മുഖമായ ഒരു വാർത്ത തന്നെയാണ്, ഒരു ബജറ്റ് തന്നെയാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കും എന്നതടക്കമുള്ള വിവരം. ഇത് എത്രത്തോളം പ്രവാസികൾക്ക് ആശ്വാസകരമാണ്? തീർച്ചയായിട്ടും ഇത്തവണ ബജറ്റിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെ പ്രവാസ ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പ്രളയക്കെടുതിയുടെ ഒരു അവസ്ഥയിൽ കേരളം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അനുഭാവപൂർണമായിട്ടുള്ളൊരു നീക്കം, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം പ്രവാസ ലോകത്തോട് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്ന ഒരു മുൻവിധിയായിരുന്നു പൊതുവെ രൂപപ്പെട്ടിരുന്നത്. പക്ഷേ ഏറെക്കുറെ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഒരുപക്ഷെ ഈ അർത്ഥത്തിലുള്ള വലിയൊരു പിന്തുണ എല്ലാ വിഭാഗീയതകളും എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രവാസ ലോകം ഏറെക്കുറെ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നത് അതിൻ്റെ മാനുഷികവും അതോടൊപ്പം തന്നെ കുറെ കൂടി ഉയർന്ന സ്വഭാവത്തിലുള്ള അതിൻ്റെ ഒരു പ്രവാസ ലോകത്തോടുള്ള താല്പര്യവും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് സൗജന്യമായി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുന്നു എന്നത് തന്നെയാണ്. കാരണം നിത്യേന എന്നോണം പല സ്വഭാവത്തിൽ സൗദി അറേബ്യ ആവട്ടെ, UAE ആവട്ടെ, ഖത്തറാവട്ടെ, ബഹ്റൈൻ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഒമാനാകട്ടെ, ഈ രാജ്യങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ പല സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖരുടെയും മറ്റും താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ ഉദാരമായിട്ട് സഹായം നൽകുന്നത് കൊണ്ടാണ് ഈ തുച്ഛവരുമാനക്കാരായിട്ടുള്ള പലരുടെ മൃതദേഹങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമൂഹ്യ പ്രവർത്തകർക്കും മറ്റും സാധിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ഇതിനായിട്ടുള്ള വരുന്ന ചെലവിൽ വലിയൊരു തുകയും ഇത്തരം സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ വ്യക്തികളും കൂട്ടായ്മകളും സ്വരൂപിച്ചാണ് നൽകുന്നത്. അത് സർക്കാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ സർക്കാരിനാണ് അതിൻ്റെ ചുമതല എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഒരുപക്ഷെ പ്രവാസത്തോടുള്ള പ്രവാസ ലോകത്തോടുള്ള ഭരണകൂടത്തിൻ്റെ ഒരു താല്പര്യം അത് കൃത്യമായിട്ട് നിജപ്പെടുത്തുന്നു എന്നതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പരിമിതി എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നുള്ള പ്രവാസികളാണ് ഗൾഫ് മേഖലയിൽ മരണപ്പെടുന്നവരിൽ തുച്ഛവരുമാനക്കാരായിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ. അവരെ കൂടി ഇതേപോലെ ഒന്നുകിൽ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളോ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി വരികയാണെങ്കിൽ അതായിരിക്കും ഗുണകരം. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത് ക്ഷേമ പദ്ധതികളുടെയും മറ്റും കാര്യത്തിൽ പരിമിതികൾ ഉണ്ടാകാം. ഒരുപക്ഷെ പ്രവാസ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സമഗ്ര പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടില്ല എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബജറ്റ് കുറേയൊക്കെ പ്രവാസോന്മുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ എല്ലാ വിഭാഗീയതകളും രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളും മറികടന്നുകൊണ്ട് പ്രവാസ ലോകം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്.